അടുത്തത് നമ്മൾ പോകുന്നത് വെട്ടൊന്ന് കഴിഞ്ഞാൽ പിന്നെ മുറി 2 ആകണം. അതാ നമ്മൾ ആരംഭിക്കുന്നു. വെട്ടൊന്ന് മുറി 2. യെസ്. ഇന്ന് ശ്രീകുമാരൻ തമ്പി നമ്മുടെ പ്രിയ ഗാനരചയിതാവ് കവി അല്ലേ, അദ്ദേഹത്തിന്റെ 85ാം പിറന്നാളാണെന്ന് അദ്ദേഹത്തിന് ആദ്യം ഒരു ആശംസ കൂടി പറയുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ബന്ധുവാര് ശത്രുവാര് എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ 85 വയസ്സ് തികയുന്ന ദിവസം രാഷ്ട്രീയത്തിൽ ഈ വാക്കുകൾക്ക്, അതായത് ബന്ധുവാര് ശത്രുവാര് എന്ന വാക്കിന് ഏറെ പ്രസക്തിയുണ്ട്. കുറഞ്ഞത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മുന്നണി സമവാക്യം നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. ഈ പറഞ്ഞ ശത്രുക്കൾ അവിടെ അങ്ങനെയല്ല. അരങ്ങത്ത് ശത്രുക്കൾ, തമിഴ് അണിയറയിൽ ബന്ധുക്കൾ. ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ ത്രികോണ മത്സരത്തിനാണ് സാധ്യത. പക്ഷേ അത്ര കടുത്ത മത്സരമാവാൻ സാധ്യതയില്ലെന്നാണ് നിരീക്ഷണത്തിൽ തെളിയുന്നത്. മുന്നണി സംവിധാനം ഒരുക്കുന്നതിൽ MK സ്റ്റാലിൻ 1 2 പടി മുകളിൽ തന്നെയാണ് ഇപ്പോഴും. കേരളത്തിലാകട്ടെ കടുത്ത പോരാട്ടം LDF UDF മുന്നണികൾ തമ്മിലാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ 1 2 മാത്രം. അതായത് CPIM CPI ഉൾപ്പെടുന്ന ഇടതുമുന്നണിയും കോൺഗ്രസ് മുസ്ലിം ലീഗ് പാർട്ടികൾ നയിക്കുന്ന ഐക്യമുന്നണിയും വാക്കിലും നോക്കിലും പോരാട്ടം മുറുക്കിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പുറത്തെ രാഷ്ട്രീയ വൈരമൊന്നും വാളയാർ കഴിഞ്ഞാൽ ഇക്കൂട്ടർക്കില്ല. എല്ലാവരും നല്ല കുഞ്ഞാടുകളായി അവരവരുടെ കൊടികളുമായി DMKയുടെ ഉദയസൂര്യ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കും. ദേശീയതലത്തിൽ രൂപീകരിച്ച ഇന്ത്യ മുന്നണി എന്നാൽ എന്താണെന്നറിയാൻ അയൽപ്പക്കത്തേക്ക് എത്തി നോക്കിയാൽ മതി. CPIM CPI കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇങ്ങനെ നമുക്ക് കേട്ടുപരിചയമുള്ള പാർട്ടികളൊക്കെ തമിഴ്നാട്ടിൽ ഒന്നിച്ചൊരു മുന്നണിയിൽ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ശത്രുക്കളെ നേരിടും. DMK വൈക്കോയുടെ MDMK, കമലഹാസന്റെ മക്കൾ നീതിമയ്യം, തൊൽ തിരുമാവളവൻ നയിക്കുന്ന വിടുതലൈ സിറുത്തകേൽ കക്ഷി, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്, കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷി, MH ജവഹറുള്ള നേതാവായ മനിതനയെ മക്കൾ കക്ഷി, T വേൽമുരുകന്റെ തമിഴക വാഴുരുമൈ കക്ഷി തുടങ്ങി ചെറുതും വലുതുമായ പാർട്ടികളുടെ ഒരു വലിയ മുന്നണിയിലാണ് കേരളത്തിലെ ശത്രുക്കൾ ബന്ധുക്കളാകുന്നത്. DMK നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് മുഖ്യ എതിരാളികൾ എടപ്പാടി പളനിസ്വാമിയുടെ AIADMK തന്നെ. ഇപ്പോൾ മൂന്നാമതുള്ള NDA സഖ്യത്തിൽ BJPക്കൊപ്പമുള്ളത് TTV ദിനകരനും O പനീർസെൽവവും മാത്രമാണ്. BJP എടപ്പാടി പക്ഷത്തെ കൂടെ ചേർത്താൽ ഒരു പക്ഷേ കളി മാറും. ന്യൂസ് ഡെസ്ക് 24. അപ്പോ തമിഴ്നാട്ടിലെ സ്ഥിതി അങ്ങനെയാണല്ലേ? ഈ അരസ്യൽ ഗലാട്ടക്കാരൻ നമ്മുടെ അരവിന്ദ് അല്ലേ, നമ്മളുടെ ന്യൂസ് ഡെസ്കിലെ അരവിന്ദ് ആണ് തമിഴ്നാട് സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തമിഴ്നാട് അവലോകനങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും ഇനിയുള്ള ദിവസങ്ങളിലും. അതെ 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 പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് അവിടെയുള്ള കഥകൾ, നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ഒരുപാട് അണിയറ കഥകളുണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ. തന്നെയല്ല, തമിഴ്നാട് ഇത്തവണ വളരെ ക്രൂഷ്യലാണ്. പിന്നെ 38 ലോക്സഭാ സീറ്റിൽ കഴിഞ്ഞ തവണ 37 DMK മുന്നണിക്കായിരുന്നു. AIADMK മുന്നണിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. അവസാനമായപ്പോൾ ആ തേനിയിലെ AIADMK സ്ഥാനാർത്ഥിയുടെ റിസൾട്ട് സുപ്രീം കോടതി, മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. മാത്രമല്ല BJP വലിയ പ്രതീക്ഷ വെക്കുന്നു. പക്ഷേ ഒരു വേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ മത്സരിക്കും തമിഴ്നാട്ടിൽ എന്നൊക്കെയുള്ള വാർത്തകൾ വന്ന് അത് ഇതുവരെ ഇല്ലാതായിട്ടില്ല. ആ വാർത്തകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ പോലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, സ്റ്റണ്ട് മാസ്റ്റർ SKN എവിടെയെന്ന്. SKN ഇന്ന് മറ്റു ചില തിരക്കുകളിലായി മറ്റു ചില സ്റ്റണ്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. നാളെ രാവിലെ എത്തും, വൈകിട്ടും കാണാം. സ്റ്റണ്ട് കൂടാൻ നാളെ വൈകുന്നേരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.